Eva. I'm Alphonse. I'm Gianna. വിശുദ്ധരെ പരിചയപ്പെട്ടും ബൈബിൾ പഠിച്ചും വിശുദ്ധ നാട്ടിലൂടെ സഞ്ചരിച്ചും അതിഥികളുടെ അനുഭവങ്ങൾ കേട്ടുമൊക്കെയാണ് നമ്മൾ ഉയർപ്പ് തിരുനാളിലേക്ക് അടുക്കുന്നത്. അപ്പൊ കൂട്ടുകാരെ, സമയം കളയാതെ തന്നെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് പോയാലോ? വിശുദ്ധരെ കുറിച്ച് ആലിസാൻഡയുടെ നല്ല വാക്കുകൾ കേൾക്കാൻ നമുക്ക് മൂവ് ചെയ്യാം. സെയിൻസ് കോർണറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശുദ്ധ മരിയ ഗൊരേത്തിയെക്കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത്. മരിയ ഗൊരേത്തിയെക്കുറിച്ച് നിങ്ങൾ കാറ്റഗിസം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒത്തിരി പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നു മരിയ വീട്ടിലെ മൂത്ത കുട്ടിയായിരുന്നുകൊണ്ട് അപ്പയും അമ്മയും പാടത്താണ് ജോലി ചെയ്യാൻ പോകുന്നത്. ഗോതമ്പ് പാടത്ത് അവിടെ കർഷകരായിരുന്നു അപ്പനും അമ്മയും. അപ്പം ഇളയ കുഞ്ഞുവാവന്മാരെ എല്ലാം മരിയനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് അമ്മ. അപ്പം വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിൽ ചോറും കറിയൊക്കെ ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് കുഞ്ഞുവാവന്മാരുടെ കാര്യങ്ങൾ നോക്കണം, അവരെ കുളിപ്പിക്കണം, അവരെ ഡ്രസ്സ് അലക്കണം, ഇതെല്ലാം ചെയ്യുമായിരുന്നു. അപ്പം ഒത്തിരി സ്നേഹത്തോടെ കുഞ്ഞുവാവന്മാരെ എല്ലാം നോക്കി പരിചരിക്കുന്ന ഒരു ശീലം മരിയയ്ക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് പാവങ്ങളോട് ഭയങ്കര സഹാനുഭൂതിയായിരുന്നു. അപ്പോൾ ഇവരുടെ വീട്ടിൽ അത്യാവശ്യത്തിന് മാത്രമേ ഭക്ഷണം ഉണ്ടാവുള്ളൂ. എന്നാൽ പോലും ആരെങ്കിലും വിശക്കുന്നെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ മരിയ വേഗം അവരെ പിടിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുമായിരുന്നു. അപ്പം ഒരു പ്രാവശ്യം ഒരു അനിയത്തി പാവ ചോദിച്ചു, ചേച്ചി ഇങ്ങനെ വരുന്നവർക്കൊക്കെ കൊടുത്താൽ പിന്നെ നമുക്ക് തികയത്തില്ലല്ലോ ഭക്ഷണം എന്ന് പറഞ്ഞു. അപ്പം മരിയ പറഞ്ഞു, നമ്മൾ ആർക്ക് ചെയ്യുമ്പോഴത് ഈശോയ്ക്കാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു കുറവും വരത്തില്ല, നമുക്കുള്ള ഭക്ഷണം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അനിയത്തി കുഞ്ഞുവാവന്മാർക്കെല്ലാം ഈശോയെ പങ്കുവയ്ക്കാനായിട്ട് മരിയ ഗൊരേത്തിക്ക് വലിയ ഉത്സാഹമായിരുന്നു. അങ്ങനെ പോകുമ്പം മരിയ ഗൊരേത്തിയുടെ ആദ്യ കുർബാന സ്വീകരണ ദിവസം അടുത്ത് വരികയായിരുന്നു. മരിയ ഗൊരേത്തി കാറ്റഗിസമൊക്കെ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് ഒരുങ്ങി അവളുടെ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ തലേന്ന് 2 കാര്യങ്ങൾ മരിയ ഗൊരേത്തി ചെയ്തു. ഒന്ന്, ഡയറിയിൽ എഴുതി വെച്ചു ഇങ്ങനെ, എൻ്റെ ആത്മാവ് ഒരു വെള്ളപ്പട്ട് തൂവാലയാണ്, ഇതിലൊരു കുഞ്ഞു കരട് പോലും പതിയാൻ ഞാൻ സമ്മതിക്കില്ല. നമുക്കറിയാം, ഇപ്പോൾ ആൻറ്റിയുടെ ഇത് കണ്ടല്ലോ, വൈറ്റ് ക്ലോത്ത് ആണ് അല്ലേ? ഈ വെള്ളയ്ക്കകത്തൊരു കുറച്ച് കറുപ്പ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ലേ? ഒരു റെഡിലോ ബ്ലാക്കിലോ ആണ് പെട്ടെന്ന് അറിയാൻ പറ്റുമോ? അപ്പോൾ ഈ വെള്ളപ്പട്ട് നമ്മുടെ എല്ലാവരുടെയും ആത്മാവ് മരിയ ഗൊരേത്തിയുടെ മാത്രമാണോ? അല്ല, നമ്മളെല്ലാവരെയും ദൈവം സൃഷ്ടിച്ച സമയത്ത് മനോഹരമായ നല്ല പളുപളാ തിളങ്ങുന്ന ഒരു ആത്മാവാണ് നമ്മുടെ ഉള്ളിലുള്ളത് അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ആത്മാവ്. ഇതുപോലെ ഈ ആത്മാവിൻ്റെ വെണ്മ നഷ്ടപ്പെടാതെ ഞാൻ കാത്തു സൂക്ഷിക്കും എന്ന് മരിയ ഗൊരേത്തി ഒരു തീരുമാനം പോലെ ഡയറിയിൽ എഴുതി വെച്ചു. അതുപോലെ തന്നെ കുർബാന സ്വീകരണത്തിൻ്റെ തലേന്ന് ഇവൾ ചെന്ന് അപ്പയുടെ അമ്മയുടെ മുമ്പിൽ ചെന്ന് മുട്ടുകുത്തി നിന്നിട്ട് പറഞ്ഞു, അപ്പ അമ്മ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി ചോദിക്കുന്നു, എന്നോട് ക്ഷമിക്കണം, എന്നെ ബ്ലെസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് അപ്പയും അമ്മയും ഇവളെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു. കാരണം അവൾ ഒരിക്കലും അപ്പയും അമ്മയും വേദനിപ്പിക്കുന്ന കുഞ്ഞല്ല. എന്നിട്ടും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സോറി അത്രയും പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു ഈശോയെ സ്വീകരിക്കാനായിട്ട്. അത്രയും ഒരുക്കത്തോടെയാണ് മരിയ ഗൊരേത്തി ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കാനായിട്ട് പോയത്. മരിയ ഗൊരേത്തി ഡയറിയിൽ എഴുതിയ വാക്ക് പാലിച്ചായിരുന്നോ? മരിയ ഗൊരേത്തി, അതായത് അലക്സാൻഡ്രോ മരിയ ഗൊരേത്തിയെ പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു, നിർബന്ധിച്ചു. പക്ഷേ മരിയ ഗൊരേത്തി ഒരിക്കലും അതിന് വശപ്പെട്ടില്ല അല്ലേ? എതിർത്ത് നിന്നു. അതുകൊണ്ട് അലക്സാൻഡ്രോ മരിയയെ കൊല്ലുകയായിരുന്നു ചെയ്തത്. അപ്പം അത്രയും ഈശോയോടൊരു വാക്ക് കൊടുത്തു. അത്രയും ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കാനായിട്ട് ഒത്തിരി പരിശ്രമിച്ച ഒരു വിശുദ്ധയാണ് മരിയ ഗൊരേത്തി. മരിയ ഗൊരേത്തിയുടെ മധ്യസ്ഥവും കൂട്ടും നമുക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുമോ? മരിയ ഗൊരേത്തിയുടെ മധ്യസ്ഥം ചോദിക്കുമോ? അപ്പം നമ്മൾ ഓർക്കണം, മരിയ ഗൊരേത്തി പറഞ്ഞ പോലെ നമ്മളും എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ആത്മാവ് വെള്ളപ്പട്ട് തൂവാല പോലെ അതിലൊരു കുഞ്ഞു കരട് എന്താ? നമ്മൾ തല്ലി പിടിച്ചു, നമ്മൾ കള്ളം പറഞ്ഞു, അനുസരണക്കേട് കാണിച്ചു, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ വെള്ളപ്പട്ട് തൂവാലയിൽ അഴുക്ക് പരളുന്ന പോലെ നമ്മുടെ ആത്മാവിൽ കറുപ്പ് വരും അല്ലേ? അങ്ങനെ കറുപ്പ് വരാതെ സൂക്ഷിക്കാനായിട്ട് ഒത്തിരി മരിയ ഗൊരേത്തി ശ്രദ്ധിച്ചതുപോലെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മരിയ ഗൊരേത്തിയോട് നമുക്കും സഹായം തേടാം. അപ്പം നമ്മൾ ഇന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? അതെ, ജീവിതത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ചില പാപശീലങ്ങളുള്ള
കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അങ്ങനെയുള്ള ലോകം മുഴുവനിലും ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. തെറ്റാണോ എന്ന് പോലും അറിയാതെ അവരിങ്ങനെ അതിൽ മുഴുകിപ്പോകുന്ന ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെയുള്ള എല്ലാ കൂട്ടുകാരെയും നമ്മളൊന്ന് പ്രാർത്ഥനയിൽ ഓർക്കാം. അവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മരിയ കുര്യത്തി നമ്മളോടൊപ്പം നിന്ന് സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി അവർക്ക് എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കണേ. മരിയ കുര്യത്തി പറഞ്ഞ വാക്കെന്തായിരുന്നു? മരിയ കുര്യത്തി പറഞ്ഞ വാക്ക് ഇതാണ്: എൻ്റെ ആത്മാവ് ഒരു വെള്ളപ്പട്ട് തൂവാലയാണ്, അതിലൊരു ചെറിയ കരട് പോലും വീഴ്ത്താൻ ഞാൻ സമ്മതിക്കില്ല. ആ വാക്കിന്റെ അർത്ഥം എന്താ ചേട്ടാ? ആ വാക്കിന്റെ അർത്ഥം ഇതാണ്: നമ്മുടെ ആത്മാവിനാണ് ഇവിടെ വെള്ളപ്പട്ട് തൂവാല എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ ചെയ്യാറില്ലേ? കള്ളം പറയുന്നതും മറ്റുള്ളവരോട് അനുസരണക്കേട് കാണിക്കുന്നതും ഈ ചെറിയ ചെറിയ പാപങ്ങള് നമ്മുടെ ആത്മാവിനെ അഴുക്കാക്കുന്നു. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി. അത്ര പോലും അഴുക്കാക്കാൻ മരിയ കുര്യത്തി ഇഷ്ടപ്പെട്ടിരുന്നില്ല. നമുക്ക് എന്ത് വചനം പഠിച്ചാലോ? ഇന്നത്തെ വചനം നമ്മളൊരു പാട്ടിലൂടെയാണ് പഠിക്കുന്നത്. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ. സങ്കീർത്തനം 91:1. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പാടിയാലോ? അത്യുന്നതന്റെ മറവിൽ അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ. സങ്കീർത്തനം 91:1. സങ്കീർത്തനം 91:1. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് വിശുദ്ധ നാട്ടിലേക്ക് പോവാം. പുതിയ സ്ഥലം കാണാം. ഫുട് പ്രിന്റ്സ്. നമുക്ക് പോവാം. ഈശോയ്ക്ക് പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുമക്കൾക്കും ഫുട് പ്രിന്റ്സിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മുടെ ഗലീല തടാകത്തിന്റെ തീരത്തിലൂടെയുള്ള യാത്ര ഇന്നത്തോടുകൂടി തീരുകയാണ്. ഇനി ഒരു സ്ഥലം കൂടിയേ ഉള്ളു കാണാനെന്ന് ആന്റി പറഞ്ഞില്ലായിരുന്നോ കഴിഞ്ഞ ദിവസം? അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ഗ്രാമത്തിന്റെ ഇന്നത്തെ അവസ്ഥ കാണാനാണ്. മക്കളെ, ഈശോയുടെ ശിഷ്യന്മാരെല്ലാവരും മീൻപിടുത്തക്കാരായിരുന്നു അല്ലെ? ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെയാണ് ഈശോ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് തന്റെ കൂടെ കൂട്ടിയത്. അപ്പോ ഈ ഗ്രാമവും ഒരു മുക്കുവന്മാരുടെ ഗ്രാമമായിരുന്നു. ഈശോ അവിടെ സ്ഥിരമായി പോവാറുണ്ടായിരുന്നു. അവിടുത്തെ സിനഗോഗുകളിൽ ഈശോ പഠിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോ ഈശോ ഈ ഗ്രാമത്തിലേക്ക് പോകുന്ന ഒരു ബൈബിൾ ഭാഗം ആന്റി പറയാം. മക്കളെ, നമ്മൾ 2 പ്രാവശ്യം ഈശോ അപ്പം വർദ്ധിപ്പിച്ച അത്ഭുതം ബൈബിളിൽ വായിക്കുന്നുണ്ട്. രണ്ടാമത്തെ അത്ഭുതം നമ്മൾ വായിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങളിലാണ്. ആ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു: ജനക്കൂട്ടം പിരിഞ്ഞപ്പോൾ ഈശോ ശിഷ്യന്മാരെയും കൂട്ടി വഞ്ചിയിൽ കയറി ഈ ഗ്രാമത്തിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. അതായത് മഗ്ദല എന്ന ഗ്രാമത്തിന്റെ കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. മഗ്ദല, ഈ പേര് കേട്ടപ്പോ എവിടെയോ ഇത് കേട്ടിട്ടുണ്ടല്ലോ എന്ന് നിങ്ങളിൽ പലരും ചിന്തിച്ച് കാണത്തില്ലേ? ഇപ്പോ അതെ, മഗ്ദലന മറിയം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? മഗ്ദലന മറിയം ജനിച്ചു വളർന്ന ഗ്രാമം കൂടിയാണ് ഈ മഗ്ദല ഗ്രാമം. അപ്പൊ നമുക്ക് പോവാം മഗ്ദല ഗ്രാമത്തിന്റെ കാഴ്ചകളിലേക്ക്. മക്കളെ, നമ്മളങ്ങനെ മഗ്ദല ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ഈശോയുടെ കാലത്ത് ഈ ഗ്രാമം മഗദാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ ഗ്രാമത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ദൽമനൂത്ത. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ രണ്ടാമതും അപ്പം വർദ്ധിപ്പിച്ചതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അതിന്റെ അവസാനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചിട്ട് അവൻ വഞ്ചിയിൽ കയറി മഗദാൻ പ്രദേശത്തേക്ക് പോയി. ഇതേ ഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് അവൻ അവരെ പറഞ്ഞയച്ചതിന് ശേഷം ശിഷ്യന്മാരോടൊപ്പം ഒരു വഞ്ചിയിൽ കയറി ദൽമാനൂത്ത പ്രദേശത്തേക്ക് പോയി എന്നാണ്. അപ്പൊ ഈ ഗ്രാമത്തിന് 2 പേരുകളുണ്ട്: മഗദാൻ അല്ലെങ്കിൽ മഗ്ദല, പിന്നെ ദൽമാനൂത്ത. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് ഈശോ പഠിപ്പിച്ചിരുന്ന സിനഗോഗുകളുടെ അവശിഷ്ടങ്ങളാണ്.
പണ്ട് കാലത്തെ മൊസൈക്ക് ചിത്രങ്ങളും പണ്ട് കാലത്തെ കല്ല് ശേഖരങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാം. എപ്പോഴും ഇവിടെ ആർക്കിയോളജിക്കൽ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. മക്കളെ, വിശുദ്ധ നാട്ടിലെ ഓരോ പുണ്യ സ്ഥലങ്ങളെ കുറിച്ചും വ്യക്തമായ ഗവേഷണങ്ങളും പഠനങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ സ്ഥലങ്ങളെ കുറിച്ചും വിശ്വാസ്യത കൂടും. ഈ സ്ഥലം കണ്ടുപോകുമ്പോൾ ഈശോ ഇവിടെയൊക്കെ ഇരുന്ന് പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിൽ ഓർക്കണം കേട്ടോ. ഈശോയുടെ കാലത്തുണ്ടായിരുന്ന സിനഗോഗുകളില് അന്നുണ്ടായിരുന്ന മെനോറ വിളക്കിന്റെയൊക്കെ വ്യക്തമായ ചിത്രം ഇവിടുത്തെ കല്ലുകളിൽ കാണാം. മക്കളെ, മെനോറ എന്ന് പറയുന്നത് ജെറുസലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്ന വിളക്കാണ് കേട്ടോ. 7 തിരിയിട്ട വിളക്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ 7 തിരിക്കാലുകളുള്ള മെനോറ വിളക്ക് ജെറുസലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ് മഗ്ദലീനായുടെ പേരിലുള്ള ഈ ദേവാലയം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശുവിനെ അനുഗമിച്ച സ്ത്രീകളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയ മഗ്ദലീന എന്ന് വിളിക്കപ്പെടുന്നവളായ മറിയവും ഹെരോദസിന്റെ കാര്യസ്ഥനായ ഹൂസായുടെ ഭാര്യ യോവന്നായും സൂസന്നയും തങ്ങളുടെ സമ്പത്തുകൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന്. ഈശോയെ അറിഞ്ഞപ്പോൾ മുതൽ അങ്ങ് കുരിശുമരണത്തിന്റെ സമയത്ത് അമ്മയോടൊപ്പം വരെ നടന്നു നീങ്ങിയവളാണ് മഗ്ദലീന മറിയം. ഇവിടുത്തെ മറ്റൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടുത്തെ അൾത്താര. ഈശോയുടെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ബോട്ടിന്റെ ആകൃതിയിലാണ് ഇവിടുത്തെ അൾത്താര നിർമ്മിച്ചിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട മക്കളെ കാഴ്ചകളൊക്കെ? അപ്പൊ നമുക്ക് ഇന്നത്തോടുകൂടി ഇവിടുത്തെ കാഴ്ചകളൊക്കെ തീർന്നു. നാളെ മുതൽ നമ്മൾ ജെറുസലമിന്റെ വീതികളിലൂടെയാണ് പോകാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ജെറുസലമിന്റെ കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ ഫെയ്ത്ത് എക്സ്പീരിയൻസ് കേൾക്കാനുള്ള സമയമായില്ലേ? ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ആണ് അന്ന ചേച്ചി. വെൽക്കം അന്ന ചേച്ചി. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ആൻറ്റി ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. ആൻറ്റിയുടെ പേര് അന്ന. അപ്പോൾ ചേച്ചിയുടെ ജീവിതത്തിൽ ഈശോ ഒത്തിരി അനുഗ്രഹങ്ങൾ ചേച്ചിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് ഇന്ന് ഒരു ചെറിയൊരു അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ചെറിയ അനുഭവമല്ല, ചേച്ചിയെ സംബന്ധിച്ചൊരു വലിയൊരു അനുഗ്രഹം ദൈവം തന്ന്. അപ്പോൾ ചേച്ചി +1 +2 ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ചേച്ചി ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം BSc. അപ്പോൾ അതിൻ്റെ 4ാമത്തെ വർഷം പഠിക്കുന്ന സമയത്ത് ചേച്ചിക്ക് ഒരു വലിയൊരു അസുഖം വന്നു. അപ്പം പ്രഗത്ഭരായ ഒരുപാട് ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പം അവർ പറഞ്ഞത് ചിലപ്പോൾ ചേച്ചി മരിച്ചു പോകാം, ചിലപ്പോൾ ചേച്ചിയുടെ കൈ തളർന്നു പോകാം, അല്ലെങ്കിൽ ചേച്ചിക്ക് ഫിക്സ് ചുഴലി പോലത്തെ അസുഖങ്ങൾ വരാം, അങ്ങനെ അതൊക്കെ പറഞ്ഞു. പക്ഷെ അവർക്ക് എങ്ങോട്ട് പോകാൻ പാടില്ല, ഒത്തിരി ബുദ്ധിമുട്ട്. ചേച്ചിയുടെ പഠിത്ത അവതാളത്തിലാവുന്നൊരു ഒരു സമയമൊക്കെയാണ് ചേച്ചിക്ക്. പക്ഷേ ഉണ്ടല്ലോ, ചേച്ചി ദൈവത്തിൽ, അതായത് നമ്മുടെ ഈശോ അപ്പച്ചനോട് പറഞ്ഞ അപ്പച്ചൻ നമുക്ക് ചെയ്തു തരാത്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? കാരണം ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച തമ്പുരാനാണ് നമ്മുടെ അപ്പൻ. അപ്പോൾ ചേച്ചി അഡ്മിറ്റാക്കുമ്പോൾ ഉണ്ടല്ലോ, ചേച്ചി ബാത്റൂമിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് മുട്ട നിന്നിട്ട് ബൈബിള് വായിക്കും. പിന്നെ കിടന്നുകൊണ്ട് ആരും കാണുന്നത് ജപമാല ചൊല്ലും. അങ്ങനെ പ്രാർത്ഥിച്ച് ചേച്ചി ഈശോയോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല, അങ്ങേക്കറിയാം, അങ്ങ് എന്നെ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ചേച്ചി ഡിസ്ചാർജായി. പിന്നീട് ചേച്ചിക്ക് ഒരു ധ്യാനം കൂടാൻ ഈശോപ്പച്ചനൊരു അവസരം തന്നു. അവിടെ വെച്ച് ഈശോയെ
ചേച്ചി എന്താ പറഞ്ഞത്, ചേച്ചിക്ക് വലിയൊരു അനുഗ്രഹം തന്നു, ഒരു അനുഭവം തന്നു. ചേച്ചിയുടെ അസുഖം പൂർണ്ണമായിട്ടും ഈശോ എടുത്തു മാറ്റി. അത് കഴിഞ്ഞിട്ട് ചേച്ചി 2 ആഴ്ച കഴിഞ്ഞിട്ട് ചേച്ചിക്ക് ഹോസ്പിറ്റൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു, വീണ്ടും ഈ അസുഖം ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ചേച്ചിയെ ഒരുപാട് ടെസ്റ്റുകൾ അവർ ചെയ്ത് നോക്കിയിട്ട് അവർ പറഞ്ഞു ഇങ്ങനൊരു അസുഖം എനിക്കില്ല. അവർ പഴയ റെക്കോർഡ്സ് ഒക്കെ ചേച്ചിയുടെ അടുത്ത് നോക്കി. അപ്പോൾ അവർക്ക് തന്നെ വിശ്വസിക്കാൻ വയ്യാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്നറിയാമോ, നമ്മുടെ അപ്പച്ചനോട് നമ്മൾ എന്ത് ചോദിച്ചാലും ദൈവം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് തന്നിരിക്കും, അതിലൊരു സംശയവും വേണ്ട. പിന്നെ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ള എന്താണെന്നറിയാമോ, നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോഴേ പാലിക്കേണ്ട ഒരു 3 കാര്യം, അത് ഈശോയ്ക്ക് ഒരുപാട് സന്തോഷമാകും. എന്തൊക്കെയാണെന്നറിയാമോ? 1, ഈശോ എല്ലാ കാര്യത്തിലും ഈശോയ്ക്ക് നന്ദി പറയണം. നമുക്ക് എന്ത് സാഹചര്യം ആയിക്കോട്ടെ നമ്മൾ നന്ദി പറയണം. 2, ഈശോയ്ക്കെതിരെ നമ്മൾ കുറുകുറുക്കാൻ പാടില്ല കേട്ടോ. എന്തിനാ എനിക്ക് അങ്ങനെ തന്നെ, എന്തിനാ എൻ്റെ മാർക്ക് കുറച്ച്, എന്തിനാ എനിക്ക് അസുഖം തന്നെ, ഒരിക്കലും നമ്മൾ ചോദിക്കാൻ പാടില്ല. പിന്നെ കണ്ണും പൂട്ടി ഈശോയെ വിശ്വസിക്കണം. അതായത് ദൈവം അപ്പച്ചൻ നമുക്കൊരു കാര്യം തരുമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും തരും. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ ഈശോയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. അതുപോലെ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ജപമാല ചൊല്ലണം. അപ്പം മാതാവ് നമ്മളെ ഈശോയ്ക്ക് കൂടുതൽ അടുപ്പിക്കും. ബൈ. ഇന്നത്തെ ചലഞ്ച് ഇതാണ്. ഇന്ന് നമ്മൾ വചനം പാഠരൂപത്തിലല്ല പഠിച്ചത്. അപ്പൊ സങ്കീർത്തനത്തിന്റെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഭാഗം പാടുന്ന വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ 9048398600. ഞാൻ കൂടെ പറയാം, 9048398600. വേഗം അയച്ചോണേ, മറക്കരുത്. കൂട്ടുകാരെ, ഇനി നമുക്ക് ഇന്നലത്തെ ചലഞ്ച് കാണാം. ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്നൊരു ഫ്ലവർ ഹാർട്ട് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു കവറ്, ഈർക്കല്, കുപ്പി, അടപ്പ്. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. കൂട്ടുകാരെ, നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിശുദ്ധി നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ അഡിക്റ്റഡ് ആയ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയാണ്. കണ്ണടയ്ക്കാം, കൈകോർക്കാം. Sweetheart of Jesus, that burns with love for me, inflame my heart to love you more. Sweetheart of Jesus, sweetheart of Jesus, that burns with love for me, inflame my heart to love you more. Sweetheart of Jesus. കൂട്ടുകാരെ, ലണ്ടൻ ചലഞ്ചിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വരുന്നവരെ ഗോഡ് ബ്ലെസ് യു ആൾ. ബൈ.